പണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ പറയുമായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് ഈ സ്റ്റേജ് ഫിയർ മാറ്റുന്നതിന് അദ്ദേഹം ഒരു സ്റ്റേജിലേക്ക് കയറി പോഡിയത്തിൻ്റെ പിന്നിൽ നിൽക്കുമ്പോൾ, മൈക്ക് അല്ലെങ്കിൽ കയ്യിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശം, എൻ്റെ മുന്നിലിരിക്കുന്നവരൊക്കെ വിഡ്ഢികളാണ്. പീപ്പിൾ ഹു ആർ സിറ്റിംഗ് ബിഫോർ മീ ആർ ഫൂൾസ് എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം മനസ്സിന് കൊടുത്തിട്ടാണ് തൻ്റെ പ്രസംഗം ആരംഭിക്കുക. എനിക്കതിനോട് യോജിപ്പില്ല. അതെങ്ങനെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നവരൊക്കെ മണ്ടന്മാരാകുന്നത്, അല്ലെങ്കിൽ മണ്ടികളാകുന്നത്? നോ, അത് തെറ്റിദ്ധാരണയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ഒരു അനുഭവവും നിർദ്ദേശവുമായിരുന്നു. അദ്ദേഹം ഈ ഒരു സ്റ്റേജ് ഫിയർ, മറ്റുള്ളവരെ അഭിമുഖീകരിക്കുമ്പോൾ, ഒരു കൂട്ടം ആൾക്കാരെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പേടി അദ്ദേഹം സ്വയം മാറ്റിയിരുന്നത് ഇത്തരം ചില നിർദ്ദേശം സ്വയം മനസ്സിന് കൊടുത്തുകൊണ്ടാണ്. താൻ ആരോ ബുദ്ധിമാനാണെന്നും തൻ്റെ മുന്നിലിരിക്കുന്നവരൊക്കെ വിഡ്ഢികളാണെന്നും നിർദ്ദേശം അദ്ദേഹം കൊടുത്തുകൊണ്ട് പ്രസംഗം ആരംഭിക്കുമായിരുന്നു. ആ ഒരു മനസ്ഥിതിയിലാണ് അദ്ദേഹം പ്രസംഗിക്കുക എന്നും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അത് ശരിയായ ഒരു മനസ്ഥിതി അല്ലെങ്കിൽ നിലപാടായിട്ട് പൂർണ്ണമായിട്ടും എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ പക്കൽ വരാറുണ്ട് ഒരുപാട് ആൾക്കാർ, വലിയ വലിയ ആൾക്കാരാണ്, അവർ വലിയ വലിയ സ്ഥാനമാനങ്ങളിരിക്കുന്നവരാണ്. പക്ഷേ മറ്റുള്ളവർ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരെ അഭിസംബോധന ചെയ്യാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവരാകെ വിയർത്ത് കുളിച്ച് നാശമാകും. തൻ്റെ മുന്നിലിരിക്കുന്നവർ എന്നാൽ ഒറ്റയ്ക്കൊറ്റ ഇവരോടൊക്കെ വാചകവും അടിക്കുകയും വർത്തമാനങ്ങൾ പറയുകയും കാര്യങ്ങൾ പറയുകയും കഥ പറയുകയും ഒക്കെ ചെയ്യുന്നവർ സംഘടിതരായിട്ടിരിക്കുമ്പോൾ, ഒരു ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ അത്തരം വ്യക്തികളെ ഒരുമിച്ച് ഒരു പറ്റം ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാരെ ഫേസ് ചെയ്യാൻ, അവരെ മുന്നിൽ നിന്ന് കാര്യം അവതരിപ്പിക്കാൻ ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. അവർ ഒഴിഞ്ഞ് മാറി ഒളിഞ്ഞ് ഓടിക്കളയും മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും കാര്യം പറയാം. അല്ലെങ്കിൽ അവർ വലിയ പവർഫുള്ളാണ്, വലിയ ശൂര പരാക്രമിയൊക്കെ ഉള്ളവരാണ്, ശൂരത്വം വിളമ്പുന്നവരാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീമ്പിളക്കുന്നവരാണ്. പക്ഷേ ഒരുമിച്ച് ഒരു പറ്റം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ആകെ ഇളകി മറിയും. ഉദരത്തിൽ ബട്ടർഫ്ലൈ സ്റ്റൊമക്ക് എന്ന് പറയും, അതും ഇവരനുഭവിക്കാൻ, അങ്ങനെ ഇവർക്ക് മറ്റവരെ ഫേസ് ചെയ്യാൻ, ഒരുമിച്ച് മറ്റവരെ ഫേസ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. ഇതിനെയാണ് നമ്മൾ സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാകുന്നു, എന്താണ് അവർ മറ്റുള്ളവരെക്കാട്ടിലും സ്വയം വില കുറച്ച് വില താഴ്ത്തി ചിന്തിക്കുന്നത്? അപ്പം ഒരുപക്ഷെ ഈ സബ്ജക്റ്റ് നോളജ് വളരെ പ്രധാനമാണ് കേട്ടോ. അതായത് നമ്മൾ പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, അതിനെക്കുറിച്ചുള്ള നല്ല നോളജ് നമുക്കുണ്ടെങ്കിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരും. എന്നാൽ ചിലർക്ക് ഇത് ശരിക്കും പ്രകടിപ്പിക്കാനുള്ള, അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ശരി തന്നെ, നമുക്ക് ആരുടെയും ഈ സ്റ്റേജ് ഫിയർ, ഏത് പ്രായമായിക്കോട്ടെ കേട്ടോ, കുട്ടികളായിക്കോട്ടെ, സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റേജ് ഫിയർ ഒക്കെ മാറ്റിയെടുക്കാം. നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരൂ. കരിഞ്ഞമ്പള്ളി ക്ഷേത്രത്തിനടുത്ത് പ്രവർത്തിച്ചു വരുന്ന വളരെ രസകരമായിട്ടുള്ള, നമ്മുടെ വളരെ സൗഹൃദപരമായിട്ടുള്ള സെൻറ്ററാണ് പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ. ഇവിടെ വരാം, എന്നെ വിളിച്ച് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം. എന്നിട്ട് നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. സ്റ്റേജ് ഫിയറൊക്കെ ഈസിയായിട്ട് മാറ്റിയെടുക്കാം. വരൂ. നന്ദി.